ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. ഒരുപാടൊന്നുമില്ല, ചെറിയൊരു കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ ചായ മെയിനാണ് രാവിലെ എണീറ്റാൽ തന്നെ. അപ്പോൾ എനിക്ക് അത്ര നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇക്കാക്കും ഒക്കെ വേണ്ടത് കൊണ്ട് ചായ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ വന്നിട്ട് എന്തായാലും ചില സമയത്ത് എനിക്ക് നല്ല കുടിക്കണം എന്നും തോന്നും. അപ്പൊ ഞാൻ എന്തായാലും ഞാൻ വെക്കുമ്പോൾ ഞാൻ എനിക്കും കൂടി ചേർത്തിട്ടേ വെക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വെക്കുകയാണ്. പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുള്ള ചായ അല്ല കേട്ടാ, എനിക്ക് നല്ല തിക്കായിട്ടുള്ള ചായയാണ് ഇഷ്ടം. പാല് നല്ല കൂടിയിട്ട് എന്നാ നല്ല കട്ടിക്കല്ല, എന്നാലും അത്യാവശ്യം എന്താ പറയാ കട്ടിയായിട്ടുള്ള ഒരു ചായ എനിക്കിഷ്ടം. പിന്നെ ഇതിലേക്ക് ഞാൻ വെല്ലമാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചായപ്പൊടിയും കൂടിയും ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെല്ലം വന്നിട്ട് നമുക്ക് ഇപ്പൊ പൊടിയായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്തായാലും ഡയറക്റ്റ് ആയിട്ട് അച്ചായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ നമുക്ക് ഇനി എന്തായാലും അരിക്കുമ്പോ ഇനിയിപ്പോ അതിലെന്തെങ്കിലും കരടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ നമുക്ക് അതൊന്ന് അങ്ങനെ റിമൂവ് ആയി പോവുകയും ചെയ്യുമല്ലോ. പിന്നെ ചില സമയത്ത് നമ്മൾ ഈ ശർക്കര ഇടുന്ന അത്ര നല്ല ഇതൊന്നും അല്ല കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാല് ചിലപ്പോ എനിക്ക് പാളിച്ച പറ്റാറുണ്ട്. ചില സമയത്ത് ചായ അങ്ങനെ പിരിക്കാനും ചാൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഇല്ല, ഒന്ന് രണ്ട് തവണ മാത്രം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്തും കൂടി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചായ അധികം അങ്ങോട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് വെട്ടി തിളപ്പിക്കാൻ വേണ്ടി വെക്കരുത്. ചായയുടെ രൂപമാറ്റം കാണുമ്പോൾ നമ്മൾ ശരി എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് തിളച്ചാൽ അങ്ങനെ അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇടുകയാണ് ചെയ്യുക. അപ്പോഴും നല്ല ചായ തന്നെ എനിക്ക് കിട്ടാറ്, അങ്ങനെ കളയാറൊന്നുമില്ല കേട്ടാ. അപ്പം ഞാൻ അങ്ങനെ ചായക്കുള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടാണ്. പുട്ടിന് വന്നിട്ട് ഞാൻ കോറപ്പൊടി നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കും. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് നമ്മൾ ഈ ഒരു കുറച്ചൊരു ഒത്തിരി പ്രായം, അതായത് ഒത്തിരി പ്രായം എന്ന് വെച്ചാൽ ചിലവരൊക്കെ നന്നായി കഴിക്കുന്നവരുണ്ടാവും കേട്ടോ. പക്ഷെ കൂടുതൽ അരിപ്പൊടി അങ്ങനെയുള്ളതൊക്കെയല്ലേ നമ്മൾ എപ്പോഴും കഴിക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇടയ്ക്കെന്നല്ല, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ഹെൽത്തിയാണ് ഈ സംഭവം. നമ്മൾ അരി ഏതൊക്കെ രീതിയിൽ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ ചോറായിട്ട് കഴിക്കുന്നുണ്ട്, പുട്ട്, ദോശ, അങ്ങനെ എല്ലാറ്റിലും നമ്മൾ പച്ചരി, അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ അരിപ്പൊടി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ കോറ, അതുപോലെ തെന, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കുറച്ചും കൂടി നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ കുട്ടികൾക്ക് കോറ പിന്നെ നല്ല എല്ലുബലത്തിനും അങ്ങനെയൊക്കെ നല്ലതല്ലേ, അങ്ങനെയൊക്കെ കരുതിയിട്ട് ഞാൻ കോറയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ കോറ വന്നിട്ട് നമുക്കിപ്പോൾ മാർക്കറ്റിൽ പൊടിയായിട്ട് കിട്ടും, പൊടിക്ക് അല്ലാണ്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം വെച്ചാൽ അങ്ങനെ മേടിച്ചിട്ട് എന്തായാലും ഒരു നേരത്തെ ഫുഡിലെങ്കിലും നിങ്ങൾ അത് ഉൾപ്പെടുത്തുക. കാരണം നല്ലതാണ്. നമ്മൾ അരിയാഹാരം കുറച്ച് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നത് നല്ലതല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ കുറയ്ക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കൂടുതലും പുട്ട് എനിക്ക് അല്ലെങ്കിൽ നമ്മളുടെ സാധാ അരിപ്പൊടിയിൽ തന്നെ ചെയ്യണ നല്ല പുട്ടാണ് കേട്ടോ ഇഷ്ടം. അത് പുട്ടുപൊടി തന്നെ വേണം എനിക്ക്. അതിൽ ഏറ്റവും ഫേവറേറ്റ് അജ്മിയുടെ പുട്ടുപൊടിയാ. അപ്പോൾ അതിൽ എടുത്ത പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പുട്ടുപൊടിയിൽ കുറച്ച് പുട്ടുപൊടിയും ചേർക്കും, പിന്നെ കുറച്ച് കോറപ്പൊടിയും ചേർക്കും കേട്ടോ. അങ്ങനെ ചെയ്യാറ്. ഇപ്പൊ പുട്ടുപൊടിയായിട്ട് ഗോതമ്പിന്റെ പുട്ടുപൊടി കിട്ടുന്നുണ്ട്. അപ്പം അതും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മൂന്നും കൂടിയിട്ട് മിക്സ് ആയിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ എടുത്തിട്ടുള്ളത് കോറപ്പൊടിയാണ്, ബാക്കിയൊക്കെ കുറച്ച്. അപ്പൊ നമുക്ക് ഈ ചിലവർക്ക് കോറയുടെ എന്താ പറയാ ഒരു ടേസ്റ്റ് ഇഷ്ടാവാത്തവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ പറ്റിയതാണ് കേട്ടോ. അത് നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. അവർക്ക് ഒരുപാട് എന്താ പറയാ നല്ലതാണ്, അറിയാലോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും അപ്പൊ അങ്ങനെ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. സോറി, ഞാൻ മാവ് കുഴക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അത് വന്നിട്ട് സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ്, ഞാൻ ഓർത്തില്ല. ഇനി എന്തായാലും നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ആക്കാം. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കൊരു ചൊയയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ
അത് വെറുതെ നമ്മളിപ്പോൾ കുറുക്കിയിട്ടോ കാച്ചിട്ടോ ഒക്കെ കഴിക്കുമല്ലോ. അതൊന്നും കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ, ഇപ്പോൾ ഈ ഒരു പ്രായം നമ്മൾ നല്ല ചെറുതിലായിരിക്കുമ്പോൾ അവർ കഴിക്കും. പക്ഷെ കുറച്ച് അങ്ങോട്ട് വലുതായി എന്ന് വെച്ചാൽ അവർ അങ്ങനെ കഴിക്കില്ല. ഇതായിട്ട് നമുക്ക് ചപ്പാത്തി, അങ്ങനെ ദോശ, നമുക്ക് ഇഷ്ടക്കാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ കിട്ടും. നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പുട്ട് ഉണ്ടാക്കി. പിന്നെ എളുപ്പപ്പണിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ശർക്കര ഉണ്ടല്ലോ, ശർക്കര ചെത്തിയിട്ട് അതും ചേർത്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ അവർക്ക് അതൊരു മധുരമായി, അവരെ നന്നായി കഴിക്കും ചെയ്യും. അപ്പോൾ മോൻക്കൊക്കെ പുട്ട് എന്ന് പറഞ്ഞാൽ അതിലേക്ക് കറി എന്തായാലും വേണം. പക്ഷെ ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കറി ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞാൽ അവനക്ക് കൊടുക്കാൻ ആ ഒരു ടൈമിൽ കറി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് വേഗം ഒരു ഇപ്പൊ 4 മണിക്കൊക്കെ വിട്ടു വന്നോന്ന് വെച്ചാൽ വേഗം അവർക്ക് വിശക്കണു പറഞ്ഞാൽ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാം. കുറച്ച് തേങ്ങ കൂടുതലൊക്കെ ഇട്ടു എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ ശർക്കര ചിരകിയിട്ട് കൂടി ഞാൻ ചേർത്തി കൊടുത്തിട്ട് ഉണ്ടായിരുന്നത്. മോൻക്കൊക്കെ നല്ല ഇഷ്ടമായി, അവൻ നന്നായി കഴിക്കുകയും ചെയ്തു. ഞാൻ വിചാരിച്ചില്ല, കാരണം അവനക്ക് ഇത്തിരി എരിവിനോട് കുറച്ച് കൂടുതൽ ടെൻഡൻസി ഉള്ളതാണ്. പക്ഷെ അവൻ കഴിച്ചല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ, സമാധാനമാകുമ്പോൾ എങ്ങനെയാണെന്നുണ്ടെച്ചെങ്കിൽ നമുക്കത് കുട്ടികളുടെ വയറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ മക്കളെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ഒരു തവണ ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് ഗോതമ്പിന്റെ പൊടി എടുത്ത്, പിന്നെ കൂടുതൽ നമ്മളുടെ കോറപ്പൊടി എടുത്ത്, എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചുട്ടിട്ട് കഴിച്ചു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിലവർക്ക് എന്താ പറയാ, കോറപ്പൊടി കുറച്ച് കമ്മിയായിട്ട് എടുക്കണമായിരിക്കും ഇഷ്ടം. എൻ്റെ മാമക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ. മാമ ഇങ്ങനെ നോക്കിയിട്ട് വേണ്ടടി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. പക്ഷെ അത് നല്ലൊരു ഫുഡാണ്. നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ അരിയാഹാരം കൂടുതൽ കഴിക്കണം. അപ്പോൾ ഒരു നേരം നമ്മൾ ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് കഴിച്ചു എന്ന് വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മൾ പറയാറില്ലേ, പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യം നോക്ക്, ഇപ്പോഴത്തെവർക്ക് വയ്യ. ഇപ്പൊ 30 വയസ്സായാൽ തന്നെ നമുക്ക് അവിടെ വേദന ഇവിടെ വേദന. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഫുഡിനും നല്ലൊരു പങ്കുണ്ട്. കാരണം ഇന്നത്തേത് എന്ന് വെച്ചാൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഫുഡാണ് കൂടുതലും, ഫാസ്റ്റ് ഫുഡാണ് കൂടുതലും. അപ്പോൾ എന്താ പറയാ, പണ്ടത്തെ ആൾക്കാർ ഈ കൂവ അങ്ങനെയുള്ളത് കുറുക്കിയത്, കൂവ കാച്ചിയത്, അതുപോലെ തന്നെ പുഴുങ്ങിയത്, കപ്പ പുഴുക്ക്, അങ്ങനെയുള്ളതൊക്കെ അല്ലായിരുന്നു അവരുടെ ആഹാര രീതികളും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. നമ്മൾ നമ്മളുടെ ആഹാര രീതിയിൽ മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ മറ്റത് നല്ല അവോയ്ഡ് ചെയ്യണം എന്നല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ മാറ്റം വരുത്തുകയാണെന്ന് വെച്ചാൽ നമുക്കും നല്ല ഹെൽത്തി ആയിട്ട് കുറച്ച് കാലം കൂടി, എത്ര കാലം നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ കിടക്കുന്ന കാര്യമല്ല. പക്ഷെ ഉള്ള കാലം ചിലപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ മാറ്റം വരുത്താൻ നോക്കുക. അതൊരു അഡ്വൈസോ കാര്യങ്ങളോ എല്ലാം എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം അവർക്ക് ഫാസ്റ്റ് ഫുഡ് എന്ന് വെച്ചാൽ അത്രയും അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നപ്പോൾ ചെറിയ മക്കളെ നമ്മൾ എന്ത് കൊടുത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പോൾ കേക്ക്, ബേക്കറി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് വീട്ടിൽ മാക്സിമം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും തോന്നുന്നു. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടക്കാണെങ്കിൽ നമുക്ക് ബ്രെഡ് ആണെച്ചെങ്കിലും ശരി, കേക്ക് ആണെച്ചെങ്കിലും ശരി, ബർഫി അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കോറപ്പൊടിയായിട്ട് ഇഷ്ടക്കാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ. ഞാൻ ഒരു തവണ ബർഫിയുടെ റെസിപ്പി ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, സോറാസോൺ ബർഫി റെസിപ്പി കോറ എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. അപ്പൊ എന്തായാലും ഇതാണ് ഞങ്ങളുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. എപ്പോഴും ഹെൽത്തി ആയിരിക്കില്ല, പക്ഷെ മാക്സിമം എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നല്ല കോറപ്പുട്ടും പിന്നെ ചിക്കൻ കറിയും, അതിലേക്ക് പിന്നെ നമ്മളുടെ പപ്പായ നല്ല പഴുത്തതും, പിന്നെ ചായ ആയിരുന്നു കേട്ടോ. സത്യം പറയാലോ, അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കഴിക്കുമ്പോഴും ഒരു മനസ്സമാധാനം ഉണ്ടാവും. ചിലർ ഇത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ചില സമയങ്ങളിൽ ഞാൻ അങ്ങനത്തെ ഒരു ടൈമിലായിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ടൈം. കാരണം ഒരുപാടൊന്നുമില്ല, പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കും, എപ്പോഴും നമ്മളിങ്ങനെ ഇങ്ങനെ റീൽസിലൊക്കെ പറയുമല്ലോ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം, അത് എത്ര നല്ലതല്ല എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, എത്ര ശരിയാ. പണ്ടത്തെ ആൾക്കാർ കപ്പപ്പുഴുക്ക് അങ്ങനെയുള്ളതൊക്കെ കൂടുതലും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനും കുറേയൊക്കെ അങ്ങനെ കഴിച്ചിട്ടുള്ള ആളാണ് കേട്ടോ. സ്കൂളിൽ വിട്ട് വരുമ്പോഴൊന്നും ഉമ്മയൊന്നും അധികം ബേക്കറി ഒന്നും തന്നിട്ടില്ല. ബേക്കറിയൊക്കെ നമുക്ക് വളരെ വിരളമായിട്ട് എൻ്റെ അമ്മ തന്നിട്ടുണ്ടായിരുന്നത്.
ഇമ്മ ഈ ഉപ്പേരികളില്ലേ, എന്താണ് പുഴുക്ക്, ഇപ്പൊ ചെറുപയറാണെന്ന് വെച്ചാൽ അത് പുഴുങ്ങി തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ തരും. അതേപോലെ തന്നെ ആ പിന്നെന്താ ഉപ്പേരി ഇല്ലേ, കായ, അത് ഉപ്പേരി വെച്ചിട്ട് കായ ഉപ്പേരിയും ചായയും ഒക്കെ അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക.